ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുടിക്കെട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. രാത്രി കിടക്കുമ്പോൾ ഞാൻ മുടി അങ്ങനെയാണ് കേട്ടോ കെട്ടുക. പിന്നെ രാവിലെ എണീറ്റിട്ട് അത് മാറ്റി കെട്ടാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അത് ചെയ്തില്ല. അതിന് മുന്നേ ക്യാമറ ഓൺ ചെയ്തു. അതിന് ശേഷമാണ് അയ്യോ എൻ്റെ മുടി എന്ന് ഞാൻ ഓർത്തു പോയത്. പിന്നെ പോട്ടെ, സാരമില്ല, മുടിയല്ലേ, അങ്ങനെ അങ്ങ് സമാധാനിച്ചു. പിന്നെ രാവിലത്തെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വിളക്കൊക്കെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി ചട്നിക്കുള്ള ഉള്ളി ഒക്കെ ഒന്ന് ശരിയാക്കാമായിരുന്നു. ഇതാ നമ്മുടെ സ്വന്തം സഹചാരിയാണ് കേട്ടോ ഈ റേഡിയോ. എനിക്ക് രാവിലെ എണീറ്റ് ആ റേഡിയോ വെക്കണം. രാവിലത്തെ എൻ്റെ ഫ്രണ്ട് റേഡിയോ ആണ്. അമ്മ രാവിലെ നേരത്തെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് അമ്പലത്തിലൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്ന് ഇതാ അച്ഛന് ഉള്ള കോറ ശരിയാക്കണം. റാഗി പാലിൽ കലക്കിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനും കുടിക്കും. അപ്പോൾ ഇന്ന് അതെനിക്കും വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറി കഴിഞ്ഞാൽ കുടിക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നേരെയാക്കിയതിന് ശേഷം അപ്പോൾ സിങ്കിൽ ഒരു കുക്കർ ഇരിപ്പുണ്ടായിരുന്നു. ചോറ് വയ്ക്കുന്ന കുക്കറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒന്ന് കഴുകി വെച്ചു ഞാൻ. ഇത് ചിലപ്പോൾ അച്ഛൻ കഴുകും, ചിലപ്പോൾ ഞാൻ കഴുകും. അമ്മയ്ക്ക് കൈ ബുദ്ധിമുട്ടായതിന് ശേഷം ഈ പാത്രമൊക്കെ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്, വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ കഴുകും. എനിക്കും വെയിറ്റൊന്നും എടുക്കാൻ വയ്യ, എന്നാലും ചിലപ്പോൾ ഞാൻ കഴുകും, അല്ലെങ്കിൽ അച്ഛൻ കഴുകും, അങ്ങനെ. അപ്പം ഇന്നെന്തായാലും ഞാനങ്ങ് കഴുകി. അപ്പോഴത്തേക്ക് അമ്മ ഉള്ളിയൊക്കെ വറുത്ത് ചട്നിയാക്കാൻ ഉള്ള പുറപ്പാടിലാണ്. അച്ഛൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പേപ്പർ നോക്കുകയാണ് കേട്ടോ. രാവിലെ അച്ഛന് പേപ്പർ വായിക്കുന്ന വലിയ ഇഷ്ടമാണ്. കണ്ണിനൊക്കെ നല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛന് പേപ്പർ വായന ഭയങ്കര ഇഷ്ടമാണ്. തപ്പി പിടിച്ചിരുന്ന് വായിച്ചോളും പാവം. ഞാനതാ എൻ്റെ കാർക്കൂന്തൽ ഒന്ന് റെഡിയാക്കാൻ പോയി. പിന്നെ എൻ്റെ മുടി നല്ലോണം കൊഴിയുന്നുണ്ട് ഗൈസ്. കാരണം ഡെയിലി തല കുളിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ചൂടുകാലം വരുമ്പോൾ ഈ മുടി വല്ലാതെ കൊഴിയും. 3-4 കൊല്ലമായിട്ട് മുടി വളരുമ്പോൾ വെട്ടുമായിരുന്നു പതിവ്. ആശുപത്രി വാസവും അതുപോലെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയത് കാരണം മുടി എപ്പോഴും വെട്ടുമായിരുന്നു പതിവ്. ഇത്തവണയും വെട്ടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങിയതായിരുന്നു. അമ്മയാണ് എനിക്ക് മുടി വെട്ടിത്തരാറ് കേട്ടോ. പക്ഷെ ഇത്തവണ അമ്മയ്ക്കും വെട്ടാൻ തോന്നിയില്ല. അമ്മ പറഞ്ഞു എന്തിനാടി വെട്ടണം, നല്ല മുടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങ് വെട്ടിയില്ല. ഇപ്പം ഇതിങ്ങനെ പിടിച്ച് കെട്ടാറായിട്ടുണ്ട്. അതുകൊണ്ട് ചൂട് അധികം എടുക്കില്ല, ഇങ്ങനെ കെട്ടി വെക്കാറാവതുകൊണ്ട്. വൈശാഖക്കാലമായാൽ പുഷ്പങ്ങൾ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ വൈശാഖക്കാലമാണ്, അതുകൊണ്ട് തന്നെ വെളുത്ത പുഷ്പങ്ങളാണ് വൈശാഖക്കാലത്ത് കൂടുതൽ ഉണ്ടാവുക എന്ന് അമ്മ പറയാറുണ്ട്. ഇത് നന്ദ്യാർ വട്ടമാണ് കേട്ടോ. ഈ പൂവിന് നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താണ് പേരെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നന്ദ്യാർ വട്ടം തന്നെയാണോ അതോ വ്യത്യസ്തമായ പേരുകളുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് മഞ്ഞ അലറിയാണ്. മഞ്ഞ അലറിയല്ല, അലരി. മഞ്ഞ അലരി എന്ന് പറയും ഇവിടെ. ഞാനും ഒക്കെ മഞ്ഞ കോളാമ്പി എന്ന് പറയുന്നതിന് കോളാമ്പിയുടെ ഒരു ഷേപ്പാണല്ലോ. സാധാരണ നമ്മുടെ കടലാസ് പൂ പോലത്തെ ഉള്ള മഞ്ഞപ്പൂവല്ല ഇത്. ഏതാളിന് കുറച്ചുകൂടെ കനമുണ്ട്. അമ്പലത്തിലൊക്കെ ഉപയോഗിക്കും മാല കെട്ടാനൊക്കെ ആയിട്ട്. ഇതും കർപ്പൂര തുളസി അല്ലെങ്കിൽ ഉഴിഞ്ഞ തുളസി എന്നൊക്കെ പറയുന്നൊരു തുളസിയുണ്ട്. അതും ഈ മഞ്ഞപ്പൂവും കൂടെ ഈ കോളാമ്പി പൂവും കൂടെ മാല കെട്ടിയാൽ നല്ല ഭംഗിയാണത്. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ അങ്ങനെ മാല കെട്ടും. അച്ഛൻകുട്ടൻ രാവിലെ പേപ്പറിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. അമ്മ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി അത് കുടിക്കുന്ന ടൈമാണ്. ഇത് എന്നൊന്നും ഞാൻ കുടിക്കാറില്ല കേട്ടോ. അച്ഛന് വേണ്ടിയിട്ട് ഉണ്ടാക്കും ദിവസേന അമ്മ. ഇടയ്ക്ക് ഞാനും ഒരു ഗ്ലാസ് അകത്താക്കും. നല്ലതല്ലേ, നിറയെ അയണൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. കുട്ടിക്കാലത്ത് അമ്മ ഇത് എനിക്ക് കുറേ തന്നിട്ടുണ്ട് കേട്ടോ, ഈ കുറുക്ക് രൂപത്തിൽ. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ആണ്. അച്ഛനാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കും. ദോശപ്പണി ഓൾമോസ്റ്റ് ഞാനാണ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ദോശ ഉണ്ടാക്കാൻ. ഞാൻ എൻ്റെ റേഡിയോയിൽ പാട്ടൊക്കെ വെച്ച്
ഇങ്ങനെ ദോശ ഉണ്ടാക്കും. എനിക്ക് ആ റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ദോശയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയാൻ മൂട്. ഇഡ്ഡലി ആണെങ്കിൽ പിന്നെ നിന്നുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, മാവ് ഒഴിച്ചു കൊടുത്ത് ഇങ്ങ് പോന്നാൽ പോരെ. ഇയാൾ റേഡിയോയിലെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിട്ടാ തോന്നുന്നു അനങ്ങാതെ നിന്നിരുന്നു. ഞാൻ ഫോണും കൊണ്ട് വരുന്നുണ്ട്, ഇപ്പോൾ ഒരൊറ്റ ഓട്ടം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി. ഞാൻ അധികം കുഞ്ഞൻ ദോശ ഉണ്ടാക്കുക കേട്ടോ. ഇത് കുറച്ചുകൂടെ വലുതായി, ഇതിലും ചെറിയ ദോശയാണ് ഞാൻ ഉണ്ടാക്കാറ്. എനിക്ക് കുഞ്ഞൻ ദോശയാണ് ഭയങ്കര ഇഷ്ടം, തട്ടുദോശ പോലെ. പിന്നെ ഇതാ നമ്മുടെ പാലും വെള്ളവും ഉണ്ട്. അപ്പോൾ 2 ദോശ എടുത്ത് ഞാൻ സെറ്റിയിൽ വന്നിരുന്നിട്ടുണ്ട്. ഇനി അത് കഴിക്കട്ടെ. അമ്മ എന്തോ ആലോചിച്ച് ചിന്താവിഷ്ടയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടേ. കുറച്ച് കഴിഞ്ഞ് അമ്പയോപ്പുള്ള അവിടേക്കൊന്ന് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴി ഇതാ റോഡ് സൈഡിൽ ഇങ്ങനൊരു സാധനം കിടക്കുന്ന കണ്ടു. ഇതിവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണും. എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. വെള്ളം കുടിച്ചാൽ കുപ്പി വലിച്ചെറിയുക എന്നുള്ളത് ചിലരുടെ ഹോബിയാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിലും പരിസരത്തൊക്കെ ഇങ്ങനെ കണ്ട അതെടുത്തു കൊടുന്ന് കടയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിൽ കൊടുന്നിടും. പിന്നെ ഹരിതകർമ്മസേന വരുമ്പോൾ അതെടുത്തു കൊടുക്കും. അതാണ് പതിവ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അതേ ഒരു മാങ്ങയൊക്കെ മുറിച്ചു, അതും കഴിച്ചു. ഉച്ച വരെയുള്ള എൻ്റെ ആക്ടിവിറ്റീസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ കഴിഞ്ഞ് വീണ്ടും കാണാം കേട്ടോ. ചാച്ചാ.